ഇറാൻ ഇസ്രയേൽ സംഘർഷം നീണ്ടത് 12 ദിവസമാണ്. യുദ്ധം അവസാനിച്ചതിനു ശേഷം പലവിധം ഭീഷണികളാണ് ഇറാനും ഇസ്രയേലും പരസ്പരം മുഴക്കിയത്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തലാണ് ചർച്ചയാകുന്നത്. ഇറാന് വിദേശ രാജ്യങ്ങളിൽ നിരവധി ആയുധ നിർമ്മാണശാലകളുണ്ടെന്നാണ് അസീസ് നസീർസാദയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇത് എവിടെയാണെന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവും പുറത്തുവിടാൻ ഇറാൻ തയ്യാറായിട്ടില്ല. ഇസ്രയേൽ ഇറാൻ വ്യോമ സംഘർഷം നടന്ന 2 മാസത്തിനിപ്പുറമാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തലെന്നതും ശ്രദ്ധേയം. ഇറാനിയൻ ന്യൂസ് ഏജൻസിക്ക് നൽകിയ ടെലിവിഷൻ അഭിമുഖത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇറാൻ സൈന്യം പ്രധാനമായും ശ്രദ്ധ നൽകുന്നത് മിസൈൽ വികസിപ്പിക്കുന്നതിനാണെന്നും അസീസ് പറഞ്ഞു. ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് പിന്നാലെ മുൻഗണനകൾ മാറിയേക്കാം. അടുത്ത തന്നെ ആ ആയുധം സംഭരണശാലകൾ ഔദ്യോഗികമായി തുറക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. നൂതനമായ പോർമുനകൾ കഴിഞ്ഞ കൊല്ലം പരീക്ഷിച്ചിരുന്നു. ജൂൺ മാസം നടന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ കാലം നീണ്ടു നിന്നിരുന്നുവെങ്കിൽ ഇറാന്റെ മിസൈലുകളെ തടയാൻ ഇസ്രയേൽ സൈന്യത്തിന് കഴിയുമായിരുന്നില്ല എന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. 12 ദിവസമാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം നീണ്ടുനിന്നത്. സംഘർഷം 15 ദിവസം നീണ്ടിരുന്നെങ്കിൽ അവസാനത്തെ 3 ദിവസം ഞങ്ങളുടെ ഒരു മിസൈൽ പോലും ഇസ്രയേലിനെ തടയാൻ കഴിയുമായിരുന്നില്ല. ഇതാണ് US മുന്നോട്ട് വെച്ച് വെടിനിർത്തലിനെ സമ്മതിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചതെന്നും അസീസ് നസീർസാദ പറഞ്ഞു. ഇസ്രയേലുമായുള്ള സംഘർഷവേളയിൽ തങ്ങളുടെ അതിനൂതന ആയുധങ്ങളിൽ ഒന്നായ ഖ്വാസിം ബസീർ മിസൈലിനെ ഉപയോഗിച്ചിരുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും കൃത്യതയാർന്ന ആയുധമാണ് അദ്ദേഹം ഖ്വാസി ബസീർ മിസൈലിനെ വിശേഷിപ്പിച്ചത്. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ ഖ്വാസിം ബസീറിന് 1200 കിലോമീറ്റർ ദൂരപരിധിയുണ്ടെന്നാണ് റിപ്പോർട്ട്. USുമായുള്ള ആണവ ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ തുടരുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള ആണവ പദ്ധതികൾ പുനരാരംഭിച്ചാൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇറാൻ ഇന്റർനാഷണൽ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിലാണ് ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദെ ഈ അവകാശവാദം ഉന്നയിച്ചത്. ഞങ്ങൾ ചില രാജ്യങ്ങളിൽ ആയുധ ഫാക്ടറികൾ നിർമ്മിച്ചിട്ടുണ്ട്, പക്ഷേ തൽക്കാലം അത് ഏതൊക്കെയാണെന്ന് ഞങ്ങൾ പുറത്തു പറയുന്നില്ല, നസീർസാദെ പറഞ്ഞു. ഇറാൻ കഴിഞ്ഞ വർഷം അത്യാധുനികമായ പുതിയ ആയുധങ്ങൾ പരീക്ഷിച്ചെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രയേലുമായുള്ള യുദ്ധം ഏത് നിമിഷവും വേണമെങ്കിലും ആരംഭിച്ചേക്കാമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. നിലവിലെ ശാന്തത താൽക്കാലിക വിരാമമാണെന്ന് ഇറാന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അറഫ് മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടലിനായി ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തലിന് പോലുമില്ല. ഞങ്ങൾ ശത്രുതയുടെ വിരാമത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം ഏറ്റവും മോശം സാഹചര്യത്തിനുള്ള പദ്ധതികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ സൈനിക ഉപദേശകൻ യഹ്യ റഹീം സഫാവിയും പ്രതികരിച്ചിരുന്നു. ഞങ്ങളിപ്പോൾ വെടിനിർത്തലില്ല, ഞങ്ങളിപ്പോൾ യുദ്ധമുഖത്താണ്. അത് എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം. അവിടെ ഒരു പ്രോട്ടോകോളുമില്ല, നിയന്ത്രണങ്ങളില്ല. ഞങ്ങളും ഇസ്രയേലികളും അമേരിക്കയും തമ്മിൽ ഒരു കരാറുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏതായാലും ഇനി ഒരു യുദ്ധത്തിനുള്ള വഴി തുറക്കില്ല എന്നാണ് മറ്റു രാജ്യങ്ങളുടെ കണക്കുകൂട്ടൽ. ഇറാൻ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഇസ്രയേലിനെയും USനെയും ചൊടിപ്പിക്കാനാണെന്നതിൽ സംശയവുമില്ല.